വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് പുതിയൊരു സ്കോളർഷിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്കോളർഷിപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം 2024 ആണ്. ഇത് നമ്മുടെ SBI അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 7.5 ലക്ഷത്തോളം രൂപ നമുക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു എഞ്ചിനീയർ ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അധികവും എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ആലോചിക്കണം, ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മാത്രമല്ല, അതായത് ക്ലാസ് 6 തൊട്ടിട്ട് 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനും അതുപോലെ UG കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ PG സ്റ്റുഡൻസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, അതായത് പഠനത്തിൽ മിടുക്കരായിട്ടുള്ളവരും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്കുമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾ കിട്ടുമ്പം നമുക്ക് അത് ഒരു വലിയൊരു അസറ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പഠനത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ സ്കോളർഷിപ്പിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 1 ആണ്. ഇന്ന് September 19th ആയിട്ടുണ്ട്. അപ്പോൾ October 1 മുന്നേ ആയിട്ട് എല്ലാവരും എത്രയും എളുപ്പം ഇതാണ് നമ്മുടെ SBIF ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ട് വരുന്നത്. ഈ സൈറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ സെർച്ചിൽ SBIF ആശ scholarship.org എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് ക്ലാസ് 6 to 12 ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ക്രൈറ്റീരിയാസും ഇല്ല. അതായത് ടോപ്പ് സ്കൂളുകളിൽ പഠിക്കണം അല്ലെങ്കിൽ റാങ്കിങ് ഉള്ള സ്കൂളുകളിൽ പഠിക്കണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയാസും ഇല്ല. പക്ഷേ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് UG സ്റ്റുഡൻസ് ആൻഡ് PG സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ടോപ്പ് 100 NIRF റാങ്കിങ്ങിൽ പെടുന്ന യൂണിവേഴ്സിറ്റീസിലോ കോളേജുകളിലോ ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലാസ് 6 to 12 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ കുറച്ച് ക്രൈറ്റീരിയാസും കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സൈറ്റിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ നൗ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോയിട്ട് നമ്മളുടെ ഡേറ്റാസ് എല്ലാം ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്കൂൾ സ്റ്റുഡൻസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് 75% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് അവർ പ്രീവിയസ് അക്കാദമിക് ഇയർ, അതായത് ഇപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ 75%-ന് മുകളിലോ അല്ലെങ്കിൽ 75% മാർക്കോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ 12th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 11th സ്റ്റാൻഡേർഡിൽ 75%-ഓ അല്ലെങ്കിൽ അതിന് എബവോ മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പിന്നെ അവരുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് INR, അതായത് 3 lakhs rupees-ന് മേലെ ആവാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ അവർ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ളത്. പിന്നെ SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക പ്രിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ഈ അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിട്ട് വരുന്നത് October 1, 2024 തന്നെയാണ്. അത് എല്ലാ കാറ്റഗറിക്കും സെയിം ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 rupees ആണ്, 15,000 രൂപയാണ്. ഓക്കെ, ഇത് ഒറ്റ തവണ മാത്രമേ കിട്ടുള്ളൂ. അതായത് എല്ലാ വർഷവും കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് അല്ല. അതായത് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരൊറ്റ തവണ മാത്രമാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത്. എല്ലാ കാറ്റഗറിക്കും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഡോക്യുമെൻറ്റ്സ് സെയിം ആണ്. പിന്നെ ഇവിടെ ഉള്ളൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 100 NIRF റാങ്കിങ്ങിലുള്ള കോളേജുകളോ യൂണിവേഴ്സിറ്റീസോ ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഇത് തന്നെയാണ്. പ്രീവിയസ് അക്കാദമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ 75% മാർക്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തേർഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഈ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 6 lakhs rupees-ന് മേലെ ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നത്. ഓക്കെ,
ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെയും IIT സ്റ്റുഡൻസിൻ്റെയും IIM സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് എത്രയും എളുപ്പം ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ ഓവറോൾ ഒരു എഞ്ചിനീയറിംഗ് ജേണി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് സ്കോളർഷിപ്പും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.